നിലമ്പൂർ എം.എൽ.എ. PV അൻവർ രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. മമതാ ബാനർജിയുടെ നിർദ്ദേശമനുസരിച്ചാണ് തിടുക്കപ്പെട്ട് ഇങ്ങനെയൊരു രാജി എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ UDF-ന് നിരുപാധിക പിന്തുണ എന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയെ കൂടി നിർദ്ദേശിക്കുന്നു. DCC പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായാൽ 30,000 വോട്ടിന് വിജയിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആര്യാടൻ ഷൗക്കത്തിനെ പരിഹസിക്കുകയും ചെയ്തു PV അൻവർ. നിലമ്പൂരിൽ എന്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന ചോദ്യത്തിന് സിനിമയെടുത്ത് നടക്കുന്നയാളല്ലേ, അയാൾ കഥ എഴുതുകയാണ് എന്നായിരുന്നു PV അൻവറിന്റെ പരിഹാസം. സ്ഥാനാർത്ഥിയാരെന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും തനിക്കും VS ജോയ്ക്കും ഇടയിൽ തർക്കമില്ലെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. ആരാണ് ഷൗക്കത്ത് എന്ന PV അൻവറിന്റെ പരിഹാസത്തോട് അത് ആളുകൾക്കറിയാം എന്നായിരുന്നു മറുപടി. ആര്യാടന്റെ മകനാ ഉള്ളിപ്പം സിനിമക്ക് എടുത്ത് നടക്കുന്ന കേട്ടോ. പുതിയ കഴിഞ്ഞ തവണ DCC പ്രസിഡന്റ് പ്രകാശല്ലേ മത്സരിച്ചത്. അതിനു മുമ്പ് അതിന് ശേഷം പുള്ളി എന്താ സാംസ്കാരിക സംഘടന എന്തൊക്കെയായിട്ട് ആണോ എനിക്കറിയില്ല. എനിക്ക് പുള്ളിയെ ഒരു സാംസ്കാരിക സിനിമാ നായകനൊക്കെ ആയിട്ട് എനിക്ക് പരിചയമുള്ളൂ. അതൊക്കെ പാർട്ടിയും UDF ഒക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതിലൊന്നും ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. അല്ല അങ്ങനെയൊന്നും ഇല്ലയെന്ന്. ഞങ്ങളെല്ലാവരും ഇവിടെ ഞാനായാലും ജോയി ആയാലും ഞങ്ങളെല്ലാവരും ഒരുമിച്ചല്ലേ ഇപ്പം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും ജോയി DCC പ്രസിഡൻ്റാണ്, ഞാൻ KPCC ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിലൊന്നും തർക്കമൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഞാനാരാണ് ഞാൻ എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എന്താണെന്ന് ഞാൻ തന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായി. സമീർ, നിലമ്പൂരിൽ UDF-ന് നിരുപാധിക പിന്തുണ നൽകുകയാണ്. അതിൽ അദ്ദേഹത്തിന് പിഴച്ചോ എന്നുള്ളതിലൊക്കെ സംശയങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം PV അൻവറിനെതിരായ പ്രതികരണം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ശബ്ദം വനമേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വരുന്നത്, അതിലൊക്കെയുള്ള സംശയം അദ്ദേഹം ഉയർത്തിയിരുന്നു. ആ ഒരു താല്പര്യക്കുറവ് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് PV അൻവർ പറയുന്നത് അതിൻ്റെ രാഷ്ട്രീയം എന്താണ്? ജോയ് എന്നൊരു സ്ഥാനാർത്ഥിയൊക്കെ അദ്ദേഹം നിർദ്ദേശിക്കുകയാണ്. ഇതിൽ UDF-ന്റെ ഭാഗത്തുനിന്ന് ചില പ്രതികരണങ്ങൾ ലീഗിൻ്റെ ഭാഗത്തുനിന്നൊക്കെ വരുന്നുണ്ടോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് എന്താണ് പറഞ്ഞത്? അനുജ, നിലവിൽ PV അൻവറിനെ കാര്യമായ മറുപടി പറയാൻ ആര്യാടൻ ഷൗക്കത്ത് മുതിർന്നില്ല. അദ്ദേഹം പറയുന്നത് UDF-ൽ ആര് സ്ഥാനാർത്ഥിയാകണമെന്നൊക്കെ പാർട്ടിയും ഹൈക്കമാൻഡും ഒക്കെ തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്നാൽ ആര്യാടൻ ഷൗക്കത്ത് ആരാണെന്നുള്ള PV അൻവറിന്റെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് അത് പൊതുസമൂഹത്തിന് അറിയാം, അതുകൊണ്ട് ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്നായിരുന്നു ആര്യാടൻ ഷൗക്കത്തിന്റെ മറുപടി. അതായത് കൃത്യമായി PV അൻവറിനെ അതേ രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ ആര്യാടൻ ഷൗക്കത്ത് മുതിർന്നില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. സ്വാഭാവികമായും നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് ചിത്രം തെളിയുകയാണെങ്കിൽ UDF-ൽ മത്സരിക്കാൻ സാധ്യത ആര്യാടൻ ഷൗക്കത്തോ അതല്ലെങ്കിൽ VS ജോയിയോ ആയിരിക്കും. ഇതുകൂടി കണക്കിലെടുത്താണ് നിലവിൽ ഷൗക്കത്ത് PV അൻവറിന് നേരെ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമം നടത്താത്തത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ PV അൻവറിനെതിരെ ആര്യാടൻ ഷൗക്കത്ത് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മുൻ വർഷങ്ങളിലും വളരെ കൃത്യമായി ഷൗക്കത്ത് ഈ അൻവറിനെതിരെ നിരന്തരമായി വിമർശനം ഉന്നയിക്കുകയും കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നതുമാണ്. ഇതെല്ലാം ആയിരിക്കാം ഒരു പക്ഷേ PV അൻവറിനെ ഷൗക്കത്തിനെതിരായുള്ള പരാമർശത്തിലേക്ക് നയിച്ചത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ജോയി ആണെങ്കിൽ നിലവിൽ പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് VS ജോയി പറയുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നിലമ്പൂർ ചന്തക്കുന്നിലാണ്. ഇവിടെ നാട്ടുകാർക്ക് കൂടി എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. നിലമ്പൂർ MLA രാജിവെച്ചിരിക്കുകയാണ്. എന്താ നമുക്ക് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? നിങ്ങളുടെ MLA രാജിവെച്ചിരിക്കുകയാണ്. നിങ്ങൾ ലൈവ് ബ്രേക്കിംഗ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഒരു മാറ്റം ഇവിടെ പ്രതീക്ഷിക്കുക. അതുപോലെ തന്നെ പ്രത്യേകിച്ച് എന്താണ് ഇപ്പം തന്നെ കുറേ VS ജോയിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സംസാരങ്ങളൊക്കെയാണല്ലോ വന്നിട്ടുള്ളത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എന്തൊക്കെ ഇനി വരാൻ പോരാൻ പൂരം വിളിച്ചറിയിക്കണ്ടെന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ, അത് അത്ര തന്നെ പറയാനുള്ളൂ. ആരായിരിക്കും ജയിക്കോ? UDF-ന് നിരുപാധിക പിന്തുണ എന്നാണ് PV അൻവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ MP മത്സരിച്ചപ്പോൾ തന്നെ വൻ ഭൂരിപക്ഷത്തോടു കൂടെ ഇവിടെ പ്രിയങ്ക ജയിച്ചല്ലോ. അതേപോലെ ഒരു ഓളം ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്രേ ഉള്ളൂ. ഓളം ആർക്ക് അനുകൂലമായിട്ടായിരിക്കും? UDF-ന് തന്നെ ആയിരിക്കും മിക്കവാറും. ചേട്ടാ എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. ഇപ്പോൾ ഈ 6 മാസം കൊണ്ട് എന്ത് ചെയ്യാനാ? ഒരു വികസനം ആർക്കും കൊണ്ടുവരാൻ കഴിയൂല. പിന്നെ 6 മാസം കഴിഞ്ഞാൽ ഇലക്ഷനാണ്. അപ്പോൾ ഈ ഇലക്ഷൻ ഇതിപ്പോൾ വേണ്ടില്ല എന്നുള്ളൊരു അഭിപ്രായം നമുക്ക്. അതായത് ഇടയ്ക്കിടയ്ക്ക് വോട്ട് ചെയ്യാൻ പോകാൻ വേണ്ടി താല്പര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല. അതാണ് നമ്മളെ അഭിപ്രായം. അനുജ, നാട്ടുകാരുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. PV അൻവറിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇടയ്ക്കിടെ വരുന്ന ഈ ബൈ ഇലക്ഷനോട് ആളുകൾക്ക് ഒരു വിയോജിപ്പും പ്രകടിപ്പിക്കുകയാണ്. കാരണം നേരത്തെ ലോക്സഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബൈ ഇലക്ഷൻ വന്നു, ഇപ്പോൾ നിയമസഭാ ഇലക്ഷൻ കൂടി വരികയാണെങ്കിൽ അതിലൂടെ മടുപ്പ് കൂടി ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അനുജ,
അതെ, ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നുള്ള വാർത്ത ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയാണ്. അതിന് തൊട്ട് മുൻപ് തന്നെ ഷഫീദ് വാർത്ത ബ്രേക്ക് ചെയ്തിരുന്നു. UDF പിന്തുണ നൽകാനാണ് സാധ്യത എന്ന്. അത് സ്ഥിരീകരിക്കുകയും ചെയ്തു വാർത്താ സമ്മേളനത്തിൽ. അപ്പോൾ UDF സംബന്ധിച്ചതൊരു അപ്രതീക്ഷിത വാർത്ത തന്നെയാണ്. ആ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? അവർക്ക് വലിയൊരു വിജയത്തിലേക്ക് ഇത് നയിക്കും എന്നൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ സമീർ? അനുജ, നിലവിൽ സ്വാഭാവികമായും PV അൻവർ UDF പിന്തുണയ്ക്കുകയാണെങ്കിൽ അത് UDF നല്ല നേട്ടമുണ്ടാക്കും, ഒപ്പം തന്നെ വലിയ വോട്ടുണ്ടാക്കാനും അത് കാരണമാകും. കാരണം PV അൻവർ നിലവിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി എന്നുള്ള കാരണം കൊണ്ട് മാത്രമല്ല നിലമ്പൂരിൽ ജയിച്ചിരുന്നത്. പ്രത്യേകിച്ച് PV അൻവർ എന്നുള്ള വ്യക്തിപ്രഭാവം ഒപ്പം തന്നെ ആ നിലക്കുള്ള പ്രവർത്തനങ്ങളുമാണ് അൻവറിനെ വിജയിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും UDF പിന്തുണയ്ക്കുകയാണെങ്കിൽ അത് കാര്യമായിട്ടുള്ള ഒരു ഗുണം UDF ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ തുടക്കത്തിൽ തന്നെ UDF ഒരു തർക്കമുണ്ടാക്കാനുള്ള ഒരു ത്രെഡ് അൻവർ ഇട്ടുകൊടുത്തു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്വാഭാവികമായും ജോയി ആര്യടൻ ഷൗക്കത്ത് ഒരു തർക്കം സ്വാഭാവികമായി അല്ലെങ്കിൽ ഒരു നീക്കങ്ങളൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ PV അൻവർ ജോയിയുടെ ഒരു പേര് ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരികയും അത് ആ രീതിയിൽ ഡെവലപ്പ് ആവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ അത് എന്താണെന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. നമുക്ക് കൂടുതൽ ആളുകളുടെ പ്രതികരണത്തിൽ പോകാമെന്ന് തോന്നുന്നു. എന്താണ് പറയാനുള്ളത്? ഇവിടെ PV അൻവർ രാജിവെച്ചിരിക്കുക എന്താ രാജിവെച്ചത്? അൻവറിന്റെ ഒരു ആവശ്യമാണ്. അദ്ദേഹത്തിന്റെ അതുമാതിരി ചെയ്യട്ടെ. എങ്ങനെ വരാന്നില്ല നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത്രയുള്ളൂ നമുക്ക് പറയാനുള്ളത്. അദ്ദേഹം UDF പൂർണ്ണമായും പിന്തുണക്കുമെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹം പോകട്ടെ. നല്ലൊരു രാഷ്ട്രീയ ഭാവിയുള്ള ഒരാളാണ് അദ്ദേഹം. അതിന് കുടിച്ച് നാടിന് വേണ്ടിക്കാണ്ട് ചെയ്യട്ടെ. അത്രേ നമുക്ക് പറയാനുള്ളൂ. എന്താ ചേട്ടാ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഏതായാലും അൻവറിനെ പ്രതികൂലിച്ചും അനുകൂലിച്ചുമൊക്കെ ആളുകൾ നിരവധിയായിട്ട് രംഗത്ത് വരുന്നുണ്ട്. അപ്പം തന്നെ നമുക്ക് VS ജോയിയുടെ പ്രതികരണം കൂടി നമുക്ക് എടുക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പേര് PV അൻവറാണ് നിർദ്ദേശിച്ചെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് കേന്ദ്രങ്ങൾ ഉടൻ തന്നെ പ്രതികരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അല്പസമയം മുന്നേ PK ബഷീർ MLA പറഞ്ഞത് അൻവറിൻ്റെ പിന്തുണ ആര് പിന്തുണച്ചാലും അത് നല്ലതാണ്. പക്ഷേ UDF സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് അത് നിലമ്പൂരിൽ അത് UDF ആണ്, കോൺഗ്രസ് ആണ്, അത് അൻവർ അല്ല എന്നുള്ളതാണ് നിലവിൽ PK ബഷീർ MLA പ്രതികരിച്ചിരിക്കുന്നത്. അതെ, ലീഗിനെ പുകഴ്ത്തുകയും ചെയ്തു. ലീഗ് ഒരു സോഫ്റ്റ് പാർട്ടിയാണ് എന്ന് പറയുന്നു. അതിനെ വർഗീയ പാർട്ടിയായി ചിത്രീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാകുന്നു. അതിനെയൊക്കെ അപലപിക്കുകയും ചെയ്യുന്നു. ഏതായാലും എന്താണിപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ UDF കേന്ദ്രങ്ങൾക്ക് പറയാനുള്ളത് എന്നതിന്റെ പ്രതികരണം, VD സതീശന്റെ കാര്യത്തിൽ അൻവർ പറഞ്ഞതിലുള്ള പ്രതികരണം, അതൊക്കെ വരാനിരിക്കും.